ഭക്തൻ്റെ ഇഷ്ടമാണോ ഭഗവാന്റെ ഹിതമാണോ പ്രധാനം? ഈശ്വരവിശ്വാസവും ആരാധനയും മനുഷ്യജീവിതത്തിൻ്റെ ഭാഗമായി മാറിയിട്ട് കാലങ്ങളായി. എന്നാൽ ഇന്ന് പലരുടെയും ആരാധനാ രീതികൾ സ്വന്തം സ്വാർത്ഥതയ്ക്കും തന്നിഷ്ടങ്ങൾക്കും അനുസരിച്ച് മാറ്റി എഴുതപ്പെടുകയാണ്. തങ്ങൾ ചെയ്യുന്ന തെറ്റുകൾക്ക് ഈശ്വരനെ കൊണ്ട് നിർബന്ധപൂർവം മാപ്പ് കൊടുപ്പിക്കുന്ന തരത്തിലേക്കാണ് ഇന്നത്തെ മനുഷ്യൻ്റെ ഭക്തി തരം താണിരിക്കുന്നത്. നമ്മുടെ സനാതനധർമ്മം അനുസരിച്ച് ആരാധനാ കർമ്മങ്ങളെ പ്രധാനമായിട്ടും 4 ആയിട്ടാണ് തരം തിരിച്ചിട്ടുള്ളത്. നിത്യം, അതായത് ദിവസവും മുടങ്ങാതെ ചെയ്യേണ്ട ആരാധനകൾ, ഉദാഹരണത്തിന് നിത്യവുമുള്ള പ്രാർത്ഥനകൾ, വിളക്കു തെളിയിക്കൽ. ഇനി നൈമിത്തികം, പ്രത്യേകമായ അവസരങ്ങളിലോ വിശേഷ ദിവസങ്ങളിലോ ചെയ്യുന്നവയാണ് നൈമിത്തികം. ഉദാഹരണത്തിന് വിഷു, ശിവരാത്രി, രാമായണ മാസം എന്നിവയുമായിട്ട് ബന്ധപ്പെട്ട കർമ്മങ്ങൾ. ഇനി കാമ്യം, ഏതെങ്കിലും പ്രത്യേകമായ ആഗ്രഹം സാധിക്കാൻ വേണ്ടി ചെയ്യുന്നവയാണ് കാമ്യകർമ്മങ്ങൾ. ഉദാഹരണത്തിന് ജോലി ലഭിക്കാനോ വിവാഹം നടക്കാനോ നടത്തുന്ന വഴിപാടുകൾ. ഇനി പ്രായശ്ചിത്തം, നമ്മൾ ചെയ്ത തെറ്റുകൾക്കോ പാപങ്ങൾക്കോ പരിഹാരമായിട്ട് ചെയ്യുന്ന കർമ്മങ്ങളെയാണ് പ്രായശ്ചിത്ത കർമ്മങ്ങളെന്ന് പറയുന്നത്. നമ്മുടെ ജീവിതത്തിൽ വന്നെത്തുന്ന ദുഃഖങ്ങൾക്കും എല്ലാ ദുഃഖങ്ങൾക്കും പ്രതികൂല സാഹചര്യങ്ങൾക്കും പരിഹാരമായിട്ടാണ് പ്രായശ്ചിത്ത കർമ്മങ്ങൾ നിശ്ചയിച്ചിട്ടുള്ളത്. എന്നാൽ ഇന്ന് ഈ പ്രായശ്ചിത്ത കർമ്മങ്ങൾ പോലും ഭക്തൻ്റെ കൽപ്പനകൾക്കനുസരിച്ചിട്ടാണ് നടക്കുന്നത് എന്നതാണ് ഏറ്റവും വലിയ കൗതുകകരവും കഷ്ടവുമായൊരു വസ്തുത. ഒരു വ്യക്തി ഒരു ഡോക്ടറുടെ അടുത്ത് ചെല്ലുന്നത് തനിക്ക് ബാധിച്ച രോഗം മാറ്റാനാണല്ലേ. ഇതൊരു ഉദാഹരണമാണേ. അവിടെ ഏതു മരുന്ന് കഴിക്കണം, എത്ര ദിവസം കഴിക്കണം എന്ന് തീരുമാനിക്കേണ്ടത് ഒരു ഡോക്ടറാണ് അല്ലേ. അതിനു പകരം രോഗി ഡോക്ടറോട് എനിക്ക് ഈ കയ്പുള്ള മരുന്ന് വേണ്ട, അല്ലെങ്കിൽ ഇഞ്ചക്ഷൻ വേണ്ട, എനിക്കിഷ്ടമുള്ള മധുരമുള്ള മിഠായി തന്നാൽ മതി, രോഗം അങ്ങനെ മാറിയാൽ മതി എന്നൊക്കെ വാശി പിടിച്ചാലുള്ള അവസ്ഥ എന്താണ്? രോഗം മാറില്ല എന്ന് മാത്രമല്ല, അത് കൂടുതൽ വഷളാവുകയും ചെയ്യുമല്ലേ. ഇതുതന്നെയാണ് ഇന്ന് പല ക്ഷേത്രങ്ങളിലും സംഭവിക്കുന്നത്. സ്വന്തം തന്നിഷ്ടപ്രകാരം ജീവിച്ച് ഒരുപാട് തെറ്റുകളെല്ലാം ചെയ്തു കൂട്ടിയ ശേഷം അതിൻ്റെ ദുരിതങ്ങൾ അനുഭവിക്കുമ്പോൾ മനുഷ്യൻ ക്ഷേത്രങ്ങളിലേക്ക് ഓടുന്നു. അവിടെ എത്തുമ്പോഴോ ദേവൻ്റെ ഹിതമനുസരിച്ചിട്ടുള്ള പ്രായശ്ചിത്തമല്ല അവർ ചെയ്യുന്നതും. പകരം സ്വന്തം സൗകര്യത്തിനനുസരിച്ച് തങ്ങൾക്ക് എളുപ്പമുള്ള വഴിപാടുകൾ. ഉദാഹരണത്തിന്, എല്ലാവരും അങ്ങനെയല്ല, വിളക്കെണ്ണ കൊണ്ടുള്ള ദീപം, തീരെ വില കുറഞ്ഞ വസ്ത്ര സമർപ്പണം, ഗുണനിലവാരമില്ലാത്ത ദ്രവ്യങ്ങളുടെ സമർപ്പണം, ഇതെല്ലാം ചെയ്ത് തങ്ങൾ ചെയ്ത പാപങ്ങളിൽ നിന്ന് രക്ഷപ്പെടാൻ നോക്കുന്നു. ഒരു ക്ഷേത്രത്തിൽ ചെന്നാൽ അവിടെ നടക്കേണ്ടത് ആ ഭക്തൻ്റെ ഇഷ്ടമല്ല, മറിച്ച് ആ ഈശ്വരൻ്റെ ഹിതമാണ്. അതിന് നമ്മൾ സഹകരിക്കുകയാണ് വേണ്ടത്. ജ്യോതിഷവിധി പ്രകാരമോ അല്ലെങ്കിൽ ശാസ്ത്രവിധി പ്രകാരമോ ദേവന് എന്താണോ പ്രീതികരം അതാണ് ഭക്തൻ ചെയ്യേണ്ടത്. എന്നാൽ ഇന്നത്തെ കാലത്തെ ഭക്തർ എന്താണ് ചെയ്യുന്നത്? തനിക്ക് സാമ്പത്തിക ലാഭം ഉള്ളതോ എളുപ്പമുള്ളതോ ആയ വഴിപാടുകൾ മാത്രമാണ് തിരഞ്ഞെടുത്ത് ചെയ്യുന്നത്. ഇതെല്ലാം സത്യത്തിൽ ഈശ്വരനെ പോലും കബളിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് വേണം കരുതാൻ. ഇനി താൻ തോന്നിയായിട്ട് ഒരാൾ ജീവിച്ചു എന്ന് വിചാരിക്കാം. അങ്ങനെ ജീവിച്ച ഒരാൾ കാട്ടിക്കൂട്ടുന്ന തോന്നിയാസങ്ങളുടെ ആ പരിഹാരവും സ്വന്തം ഇഷ്ടപ്രകാരമാണ് ചെയ്യാൻ ആഗ്രഹിക്കുന്നതെങ്കിൽ അവിടെ കഥ തീർന്നുവല്ലേ. അത്തരം പ്രായശ്ചിത്തങ്ങൾ യഥാർത്ഥത്തിൽ പാപപരിഹാരമല്ല, മറിച്ച് മറ്റൊരു മഹാപാപമായിട്ട് മാറുകയാണ് ചെയ്യുന്നത്. വഴിപാടുകൾ ഒരു ബിസിനസ് പോലെ വിലപേശി ചെയ്യാൻ നോക്കുന്ന ഈ ഒരു മഹാപാപത്തെ ആ ഭക്തനെ മാത്രമല്ല നശിപ്പിക്കുന്നത്, താല്പര്യമില്ല എങ്കിലും പണക്കൊതി കൊണ്ടോ അല്ലെങ്കിൽ അതിന് കൂട്ടുനിൽക്കുന്ന കർമ്മി, പുരോഹിതൻ, അദ്ദേഹത്തെയും ഒരേപോലെ ഇത് വിനാശത്തിലേക്ക് നയിക്കും. ഈ ഭക്തി എന്നാൽ ദൈവത്തെ, ഈശ്വരനെ നമ്മുടെ ഇഷ്ടത്തിനനുസരിച്ച് നിയന്ത്രിക്കലല്ല എന്ന് ആദ്യം തന്നെ നമ്മളെല്ലാവരും മനസ്സിലാക്കണം. ദൈവഹിതത്തിന് മുന്നിൽ നമ്മുടെ അഹങ്കാരത്തെ സമർപ്പിക്കലാണ്. അത് തിരിച്ചറിയുമ്പോൾ മാത്രമാണ് പ്രായശ്ചിത്തങ്ങൾക്കുള്ള ആ ഫലം നമ്മളെ തേടി വരുള്ളൂ.